വന്ന മക്കളുണ്ട് മോന്റെ അടിച്ച് പരത്തണമെന്നുണ്ടോ? ക്ഷമിക്കണം സാർ. ഈ അടുത്ത കാലത്ത് മരണം നടന്ന കുന്നുംപുറത്ത് വീട് എവിടെയാ? ഈ വഴി പോയാ മതി. 1 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ കാറ് പോവില്ല. കാറ് പോവില്ല? സാറേ, സാറിന് വേണേ ഞാൻ വീട്ടിൽ കൊണ്ടാകാം. പക്ഷെ 15 കിലോമീറ്റർ ചുറ്റി പോണെന്നേ ഉള്ളൂ. 15 കിലോമീറ്റർ വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എവിടുന്ന് വരിക? അല്ല, എവിടുന്ന് വരിക? ഞാൻ മിന്നൽ വാരിയെന്ന് വരിക. ആ, അത് ശരി. പടം എടുക്കാൻ വന്നായിരിക്കും അല്ലേ? ആ, അയാളെ ചത്ത നന്നേ സാറേ. വീട്ടുകാർക്കും നാട്ടുകാർക്കും 7 ഓട്ടോ ഭാര്യമാരാ. ഓരെങ്കിൽ വെള്ളവും. ഇനി എന്ത് ദൂരമുണ്ട്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി മോളോട്ട് കയറിയാൽ മതി. ഞാൻ മിന്നൽ വാരിയെന്ന് വരിക. മരണം ഒന്ന് കവർ ചെയ്യാൻ. നമസ്കാരം. അമ്മായി, പത്രക്കാരും ഇരിക്കുന്നു. മിന്നൽ വാരിക്കുന്ന അമ്മാനെ മരണത്തെ പറ്റി എഴുതാനും പടം എടുക്കാനാ. പോരട്ടിങ്ങോട്ട് ഞാൻ എല്ലാം പറയും. അയാളെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും അവളുമാരെ പറ്റിയും ഞാൻ പറയും. എല്ലാ അവളുമാരും ഒന്ന് നാറട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഇത് നല്ലൊരു അവസരമാ. അമ്മാന്റെ സ്വത്തിനെ പറ്റി കേസ് കിടന്നിരിക്കല്ലേ. അമ്മായി അല്ലേ നിയമപരമായിട്ടുള്ള ഭാര്യ. ഇയാളോട് എല്ലാം അവിടെ തുറന്നു പറ. അവര് കാണുമ്പോ അമ്മായി ആയിരിക്കണം ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ആള്. സാറേ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇവിടൊക്കെ നല്ല ഡിമാൻഡുണ്ട്. എല്ലാ തവണയും പെണ്ണുങ്ങളുടെ പടം തന്നെ കവർ അടിക്കണം. ഈ ആണുങ്ങളുടെ പടം അടിച്ചാൽ ആര് വാങ്ങിക്കാനാ? പിന്നെ നിങ്ങളുടെ വാരിയിൽ ഒരു നക്ഷത്രഫലം വേണം. അത് വായിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. സാറേ, ഈ പത്രക്കാരാവുമ്പോഴേ മന്ത്രിമാരായിട്ടൊക്കെ നല്ല ബന്ധം കാണുമല്ലോ. പിന്നെ അപ്പോ ആരോഗ്യമന്ത്രിയുമായിട്ട് എങ്ങനെയാ, അടുപ്പത്തിലാണോ? ആരോഗ്യമന്ത്രിയായിട്ട് പിന്നെ ഞങ്ങൾ വളരെ ക്ലോസാ. എന്റെ മോള് മലപ്പുറത്താ ജോലി ചെയ്യുന്നത്. ആശുപത്രി നേഴ്സാ. അവളെ തിരുവനന്തപുരത്തേക്കും തട്ടാൻ പറ്റൂ? ഞാനൊന്ന് നോക്കട്ടെ. 2 പടം എടുത്തോട്ടെ. ഓ, അയ്യോ, എന്നെ രാമേശ്വരത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ. നായിക്ക് 40 പ്രാവശ്യം വെട്ട തീർന്നോ പാക തീർന്നോ ഭവാനിന്ന് ചോദിച്ചോണ്ട് എന്റെ പുറകെ നടന്നിരുന്നതാണ്. അമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരിക്കേണ്ടവർ മരിച്ചു. അമ്മ സമാധാനമായിട്ടിരിക്കും. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്നായി പറയുന്നത്? രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി വയലിനടുത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടു എന്നല്ലേ പറഞ്ഞത്? ഈ മരണത്തിൽ അമ്മ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് തട്ടിയേ പറ്റും. എന്റെ മോളെ പലതും മുടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആരോഗ്യമന്ത്രിയെ ഒന്ന് ഉഷാറാക്കി തരണം. ഒരു മിന്നലെ ഇവിടെ വരണ്ട. രാമപിള്ള ചേട്ടന്റെ മോൾക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് എഴുതിയവരവര് അവന്മാരെ ഭാര്യ എടുക്കാൻ വേണ്ടി യുവമാർ എഴുതിയ കള്ളക്കഥകളുടെ പേരില ആ പാവം പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അമ്മ ഇങ്ങോട്ട് നോക്കി. കുഞ്ഞെ, ഫോട്ടോ എടുക്കാനാണെങ്കിൽ മക്കളെ മരുമക്കളെ ഒക്കെ ഒന്ന് വിളിക്കാം. അല്ലെ പിന്നെ നാളെ അത് പ്രശ്നമാകും. ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയേ, ഒന്ന് പോയേ. ഇവനെ ആരോ അവിടെ കയറ്റി വിട്ടതെന്ന് അറിയണമല്ലോ. എനിക്കെന്താണ് കാര്യം? ഇറങ്ങടോ. എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാനല്ല, പെരുമാറാണ് ഞങ്ങൾ വന്നത്. ഓടോ. എവിടെ എന്റെ ക്യാമറ? 3000 രൂപ വിലയുള്ള നല്ല പ്രശ്നം. ഇപ്പൊ അതുപോലെ ക്യാമറ ഇറങ്ങുന്നില്ല.
ഇത്ര ഉത്തരവാദിത്തമില്ല പെരുമാറട്ടെ എന്റെ മുമ്പ് വന്നിരിക്കുന്ന എനിക്ക് എങ്ങനെ വന്നോ ധൈര്യം? 7-8 ആൾക്കാർ ഒരുമിച്ച് എതിർത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? സാററങ്ങാൻ കണ്ടിട്ടില്ല. ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഭാഗ്യം. ഉള്ള തല്ലും മുഴുവൻ കൊണ്ട് നാണമില്ല കയറി വന്നോണ്ട് എനിക്കോ പ്രയോജനം ഉണ്ടോ? അവിടെ ഞാൻ ചത്ത് കിട്ടുന്ന അതിന്റെ പേര് 10 കോപ്പി ഞാൻ കൂടുതൽ വിറ്റേനെ. സാർ എന്റെ പ്രയാസം കൊടുത്ത് മനസ്സിലാക്കണം. ഞാൻ മനപ്പുറം ക്യാമറ കൊണ്ട് കളഞ്ഞൊന്നുമല്ല. ഈ ചുറ്റുപാട് വേറെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നേ ചെയ്യാൻ പറ്റൂ. ഇന്ന് പോലെ ഞാനിവിടെ ജോലി ചെയ്യണ്ട. പിരിഞ്ഞു പോകുന്നതിനും എന്റെ ക്യാമറയുടെ പൈസ തരണം. അല്ല തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ ജോസഫ് സാറിനെ ഇവിടെ വരുത്തും, കാശ് എണ്ണി മേടിക്കും. എന്താ വേണ്ടതെന്ന് പുറത്ത് പോയി ആലോചിക്കും. ആ ബാബാ കൃഷ്ണകുട്ടി, വിഷമിച്ചിട്ട് കാര്യമില്ല. പണം അവരുടെ കയ്യിലും കഴിവ് നമ്മുടെ കയ്യിലും ആയിപ്പോയി. പണമില്ലെങ്കിൽ കഴിവിന് ഒരു കാര്യമില്ല. ഞാൻ MA സംസ്കൃതമാണ്. കാളിദാസന്റെ ശാകുന്തളം പോലെ ഒരെണ്ണം എഴുതണമെന്നുള്ളതായിരുന്നു ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം. ഇപ്പൊ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് വിക്രമൻ എന്ന കള്ളപ്പേരിൽ ശോശാമ്മയുടെ മധുരസ്വപ്നങ്ങളാ. ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞത് പറയണ്ട. കൃഷ്ണൻകുട്ടി മാഡത്തെ കണ്ടൊന്ന് സംസാരിക്കും. അവര് പറഞ്ഞ അങ്ങനെ അപ്പുറമില്ല. എന്റെ കുഴപ്പം കൊണ്ടല്ലേ ചേച്ചി. ഇതിനു മുമ്പ് ഈ ഓഫീസിൽ നിന്ന് ആരോ അവിടെങ്ങാണ്ടുള്ളൊരു പെൺകുട്ടിക്ക് അവിഹിത ഗർഭമുണ്ടെന്ന് എഴുതി വെച്ചു. ആ കുട്ടിക്ക് ഗർഭമൊന്നുമില്ലായിരുന്നു. അതിന്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതിന്റെ ആങ്ങളെ ആൾക്കാരുമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. എന്നെ ഇവിടെ നിപ്പം പറഞ്ഞയക്കരുത്. എന്റെ ചുറ്റുപാട് അങ്ങനെയാ. ജോസഫ് സാറാണെങ്കിൽ എന്നെ അങ്ങേ അറ്റം സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ കാരണം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്ത് ക്യാമറയുടെ കടം തീർത്തോളാം. ചേച്ചി എനിക്ക് വേണ്ടി അദ്ദേഹത്തോടൊന്നും പറയണം. താനൊരു ഉപദ്രവമായല്ലോ. കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് 3000 രൂപ നഷ്ടം. നീ എന്റെ മഹാത്ഭുതം ഉണ്ടാക്കാൻ പോകുന്നായി പറയുന്നേ. കൃഷ്ണൻകുട്ടി, മനസ്സിലുള്ളത് എന്താണെന്ന് അറിയിക്കാതെ പറ. എങ്കിലല്ലേ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. നമ്മുടെ വാരികയിൽ തൽക്കാലം ഇല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു പങ്ക്തി. വളച്ചൊടിക്കാതെ കാര്യം പറയൂ. എന്നോട് വ്യത്യസ്തമായ പങ്ക്തി. ഞാൻ നക്ഷത്രഫലം എഴുതാം സാർ. തന്റെ നക്ഷത്രം ശരിയല്ല, പിന്നാണോ മറ്റുള്ളവരുടെ നക്ഷത്രഫലം എഴുതാൻ പോകുന്നേ? അങ്ങനല്ല സാർ. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് കണിയാന്മാരെയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ ആ ഭാഷയും രീതിയൊക്കെ അറിയാം. പിന്നെ ആൾക്കാരെ വിശ്വസിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് സാർ വാരികയിൽ നല്ല പരസ്യവും എനിക്കൊരു പുതിയ പേരും ഒക്കെ തരാമെന്നുണ്ടെങ്കിൽ. എന്താ പറയുന്നു? ഐഡിയ കൊള്ളാം, ചെലവാകുന്നതാ. ചില ഏജന്റന്മാർ മുമ്പേ ഇങ്ങനെ ഒരു പങ്ക്തി തുടങ്ങിയ കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ? കൊള്ളാമെന്ന്. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ തനിക്ക് ശമ്പളം അങ്ങനെ മുള്ളാകുന്നേ. കൊപ്രാക്കളത്തിൽ കുറച്ച് പണിയുണ്ടാവും. വെളിച്ചെണ്ണയ്ക്കല്ല മാർക്കറ്റ് പിടിക്കണം. അതിനുവേണ്ടി പല സ്ഥലത്തും പോകേണ്ടി വരും, അലേണ്ടി വരും. ചെയ്യാം സാർ. ആ, തന്റെ ശമ്പളം 400 രൂപയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. അതില് ഒരു 300 രൂപ മാസം തോറും ക്യാമറ എന്നിട്ട് ഞാൻ പിടിക്കും.
എന്താ? നിങ്ങളുടെ ഈ വാരികൾ നക്ഷത്രഫലം എഴുതുന്ന ചിത്രൻ ആരാ? എന്തു പറ്റി? അയ്യോ, അയാൾ എഴുതുന്ന എന്ത് കറക്റ്റ് ആണെന്നോ. കഴിഞ്ഞ ആഴ്ച എന്റെ വാരഫലത്തിൽ അയാൾ എഴുതി സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുമെന്ന്. കഴിഞ്ഞ ആഴ്ച എന്റെ ടൈപ്പിന്റെ റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു എന്ന്. നിങ്ങൾ പത്രം ഓഫീസിലെ ഏത് കുന്തത്തിലെ ജോലി ചെയ്തു എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, എന്റെ വാടക തെറ്റിക്കാൻ പറ്റത്തില്ല. വയ്യെങ്കി അങ്ങോട്ട് ഇറങ്ങ്, വേറെ ആളുകളുണ്ട്. ആ കൃഷ്ണൻകുട്ടി, നക്ഷത്രവല്ല അങ്ങ് കയറി തെളിയുന്നുണ്ട് കേട്ടോ. എന്റെ നക്ഷത്രം തെളിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. തമാശ അല്ല, ആഴ്ചക്ക് 2000 കോപ്പി വെച്ച് കൂടുവാ. അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം സാർ? 100 രൂപ കൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന പാട് എനിക്കറിയാം. ഇറങ്ങിയാ പറ്റുകാരാ ചുറ്റിനും. ആ പിന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള നക്ഷത്രവല്ല ഇന്ന് വൈകിട്ട് തന്നെ പ്രസിപ്പോണ്ടതാ. എന്നെ കൊണ്ടൊന്നും പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കൊപ്രാക്കളത്തിലായിരുന്നു. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇന്ന് പറഞ്ഞിരിക്കുക എന്നെ കൊണ്ട് പോയിട്ട് കോഴിക്കോട്ടേക്ക് പോകണം. ആ സാറ് കാര്യം ചെയ്യും. കഴിഞ്ഞ ആഴ്ച അശ്വതിക്ക് കൊടുത്തത് ഇത്തവണ കാർത്തികയ്ക്ക് കൊടുത്ത് രോഹിണിക്കും, രോഹിണിക്ക് കൊടുത്ത് രേവതി കെട്ടിട്ട് വെച്ചു. അങ്ങനെ കൊടുത്താൽ എല്ലാം ഒന്നാണ് സാർ. ആൾക്കാരുടെ നടക്കാത്ത സ്വപ്നങ്ങളാണ് ഞാൻ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ആകെ ഉള്ളത് അത് തന്നെ. പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞതായിട്ട് ആരോടും പറയണ്ട. മണിത്രേ മണി 6 അതോ ഓണ സമയം. അശ്വതിക്ക് കൊടുത്തത് കാർത്തികയ്ക്ക് കൊടുക്കാൻ. ചേച്ചേ, ഞാൻ രേവതിക്ക് കൊടുക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഇന്നൊരു MLA കാര്യം സൂചിപ്പിച്ചില്ലേ, അയാളൊന്ന് വധിക്കണം. 2 തെറി ഇടണമെന്ന്. അദ്ദേഹം ജനസമ്മതനാണ്. പോരെ കള്ളുകൂടി ഇല്ല, സിഗരറ്റ് വലിയ പോലും ഇല്ല. ഇതൊക്കെ ഒന്നും നമ്മൾ എഴുതുന്നു. കല്യാണപ്പന്തലിൽ വെച്ച് എന്നെ കണ്ടവന് ചിരിക്കാൻ പാടില്ലല്ലേ? എന്ത് പറയണു? എഴുതാ സാർ. ഇപ്പൊ മുതൽ അയാൾ നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റില്ല. നമ്മുടെ കണക്കിൽ അങ്ങനെ ഒരു MLA ഇല്ല. അയാളുടെ പേരോ പടവോ അയാൾക്ക് ഗുണം വരുന്നൊരു വാർത്തയോ മിന്നൽ വരാൻ പാടില്ല. സാർ, അദ്ദേഹം ഒരു ജനസമ്മതനാണ്. നാളെ എങ്ങാനും ഒരു മന്ത്രി ആയാൽ. അപ്പൊ നമ്മൾ പ്ലേറ്റ് മാറ്റുന്നു. ഇയാളൊരു ജേർണലിസ്റ്റ്. സംസ്കൃതം MA. നല്ല ആൾക്കാരാ എല്ലാവരും. ഇഷ്ടം പോലെ വെള്ളം കോരിയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ കയറ് പിഞ്ചാറായി. എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ കയറ് വാങ്ങിച്ചാലെന്താ? കുളിക്കാൻ പോവുകയാണോ? കുളിച്ചേച്ച് പെട്ടെന്ന് ഇറങ്ങിക്കോളണം. അല്ലാതെ പാട്ടും പാടി വിസ്തരിക്കാൻ നിൽക്കരുത്. എനിക്ക് പെൻഷൻ മേടിക്കാൻ പോകാനുള്ളതാ. അപ്പൂപ്പന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ഞാനും സമയത്തിന് സ്കൂളിൽ പോയി പഠിച്ച് പെൻഷൻ വാങ്ങട്ടെ. സാറേ, സാർ എവിടെ പോയാലും സാറിന്റെ തോളത്തിൽ സഞ്ചി കാണാമല്ലോ. ഇതിനകത്ത് എന്താ ഉള്ളത്? ഓഫീസിലെ കുറച്ച് കണക്കുകളുണ്ട്. പിന്നെ കുറച്ച് കാശുണ്ട്. പിന്നെ ആ മുടി ചെയ്യാനുള്ള ചീപ്പുണ്ട്. അത്രേ ഉള്ളൂ. നല്ലപോലെ ആലോചിച്ച് നോക്കേ. വേറൊന്നുമില്ല. എന്താ? അല്ല, ഒന്നുമില്ല. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. വർഗീസേ,
യഥാർത്ഥ കള്ളക്കടത്തുകാരൻ നിങ്ങളാ. കോടതിക്കുള്ളിൽ കൊലപാതകം നടത്തുന്നു. ഇങ്ങനെയുള്ളൊരു കുടിലാരും ശിവാശ്രീകലും സ്വർണ്ണ ബിസ്ക്കറ്റും പ്രതീക്ഷിക്കില്ലല്ലോ. അതൊക്കെ വിട്. നമ്മുടെ മുയല് കൂട്ടി വീണ കൂട്ടിലല്ലേ കിടക്കുന്നത്, പുറത്തു കൊണ്ടുവരാനല്ലേ ഞാനീ പാടുപെടുന്നത്. ഞാൻ എത്ര നാളായി പാടുപെടുന്നു. കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് പുറത്ത് കിട്ടാൻ നടക്കുന്നില്ല. അത് വിട്. ഇതാദ്യത്തെ പിടപ്പല്ലേ. ഗായത്രി മന്ത്രം മാത്രം മുഴങ്ങിയിരുന്ന നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്ന് ഞാൻ കടത്തിയിട്ടുണ്ട്. പിന്നല്ലേ ഈ മുത്തുലക്ഷ്മി. അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബോംബെ പണി വാങ്ങിച്ചു കൊടുക്കാവുന്ന ടൈപ്പിസ്റ്റ് ആയിട്ട്. നിങ്ങളുടെ ഗോൾഡ് ബിസ്ക്കറ്റ് മാതിരിയല്ല. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കേ വൈഡൂര്യത്തിന്റെ വിലയാ. നമസ്കാരം സാർ. എന്തിനാണോ താനിങ്ങനെ നക്ഷത്ര വലോടി എന്റെ ഭാര്യയുടെ പേജ് നഷ്ടപ്പെടുത്തുന്നത്? ഒരു ഗുണവും കാണുന്നില്ലല്ലോ. കൃഷ്ണൻകുട്ടി വിഷമിക്കണ്ട. സത്യാവസ്ഥ ഞാൻ പറയാം. ആരോടും പറയണ്ട. ഇതിനകം 8,000 കോപ്പി കൂടിക്കഴിഞ്ഞു. നക്ഷത്രഫലം കൊണ്ട് മാത്രം. ഒന്നും തരണ്ട ചേച്ചി. നമ്മൾ ചെയ്യുന്നൊന്ന് അംഗീകരിച്ചൂടെ? അവരത് ചെയ്യില്ലല്ലോ. മുതലാളിമാരല്ലേ. അംഗീകരിച്ചു പോയാൽ നാളെ കൃഷ്ണൻകുട്ടി അവകാശങ്ങൾ ചോദിച്ചാലോ? ആ പെങ്കൊച്ച് അവരുടെ മോളൊന്നുമല്ല സാറേ. അതൊരു തള്ളയില്ലാത്ത കൊച്ചാ. അതിന് 10 വയസ്സുള്ളപ്പോ അതിന്റെ തന്ത ഒരു തമിഴനാ ഇവിടെ കൊണ്ടാക്കിയേച്ചു പോയതാ. അയാളും മരിച്ചുപോയി. അതിനെയിട്ട് അതുഷ്ട മാട് പോലെ പണിയെടുപ്പിക്കുക. സാറിന്റെ അറിവിലേക്ക് വേണ്ടി പറയുക, ആ കൊച്ചിനെ ഇറച്ചിക്ക് വില പറയുന്നത് പോലെ കണക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് കടത്താൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. സാറ് കാണാറില്ലേ കൂടെ കൂടെ ബോംബെയിൽ നിന്ന് ഇവിടെ വരാറുള്ള ആ തൊപ്പിക്കാരനെ? പക്ഷെ ആരോരും ഇല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന്? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഇടരുതെന്ന്? ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട്. മുത്തു, എനിക്കിപ്പം നിന്നെ അറിയാം. നീ ടൈപ്പ് പാസ്സായതല്ലേ? ഞാൻ നിനക്കൊരു ജോലി വാങ്ങിച്ചു തരട്ടെ. നീ രക്ഷപ്പെട. അവരെല്ലാം കേട്ടോണ്ടിരിക്കുക. അവരെല്ലാം കേട്ടോണ്ടിരിക്കുക.